ചാമ്പ്യൻസ് ട്രോഫിക്ക് വിരാമമായി. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെ ഇന്ത്യ തന്നെ ഈ പ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫി കൊണ്ടുപോയി. അതേസമയം ഈ ഈ ചാമ്പ്യൻസ് ട്രോഫീനെ എന്താ പറയുക, കുറച്ച് ചെറിയ രീതിയിലെങ്കിലും വിവാദത്തിലാഴ്ത്തിയ 1-2 വിവാദങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് എനിക്കൊന്ന് ഒരു പൊളിറ്റീഷ്യൻ്റെ ട്വീറ്റായിരുന്നു അത് രോഹിത് ശർമ്മയെക്കുറിച്ചിട്ടുള്ളത്. രണ്ടാമത് ഇന്ത്യക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് വെന്യൂവിൽ കിട്ടി എന്നുള്ളൊരു വിവാദമായിരുന്നു. ഉം. ഈ ട്വീറ്റ് എനിക്ക് തോന്നുന്നത് ട്വീറ്റ് നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്റർനാഷണൽ മീഡിയയിൽ ഇത് റിപ്പോർട്ട് ചെയ്ത് കണ്ടു എന്നുള്ളതാണ്. അത് വളരെ അപൂർവതയായി തോന്നി. സാധാരണ അതെ, രീതിയിൽ ന്യൂസിലൻഡ് ഹെറാൾഡിലും UK മീഡിയയിലും ഒക്കെ അത് വന്നായിരുന്നു. ബോഡി ഷേമിങ് ഇൻക്ലൂഡിങ് രോഹിത് ശർമ്മയുടെ ഒരു പിക്ചറായിട്ട് വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതി, ഈ ഫാറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലേ അശ്വിനെ? അതെ, ഞാൻ ആ വാർത്ത ഫേസ്ബുക്കിലാണ് കണ്ടത്, ന്യൂസിലാൻഡ് ഹെറാൾഡിൻ്റെ. അതിൻ്റെ താഴെ ആദ്യത്തെ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇന്ന് വേറെ വാർത്തയൊന്നും കിട്ടിയില്ലേ എന്നുള്ളതായിരുന്നു. ഉം. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ഇന്ത്യയിൽ ചെയ്തൊരു ട്വീറ്റിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെയുള്ളൊരു പത്രം പോലും ഒരു വലിയ കോളം വാർത്ത കൊടുക്കണമെങ്കിൽ എത്രത്തോളം റീച്ച് കിട്ടിയെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈ ഷമാ മുഹമ്മദ് പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും ഇലക്ടഡ് മെമ്പറോ അങ്ങനെ? അല്ല, അവർ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ സ്പോക്സ് പേഴ്സൺമാരിൽ ഒരാളാണ്. മലയാളിയാണ്. എനിക്കൊന്ന് കുവൈറ്റിലൊക്കെ ജനിച്ച് വന്ന് ഡെൻറ്റിസ്റ്റായിരുന്നു. ഡെൻറ്റിസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഫുൾ ടൈം പൊളിറ്റിക്സിലാണ്. അല്ലാതെ ഒരു ഇലക്റ്റഡ് മെമ്പർ അല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് സർപ്രൈസിങ് ആയിപ്പോയി. അത് ക്രിക്കറ്റ് സെമി ഫൈനൽ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അതും അപ്പം വലിയ പ്രാധാന്യം അർഹിക്കാത്തൊരു ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ ട്വീറ്റ് ചെയ്യുമ്പോൾ അത് ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ വരുന്നു എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ട്. ആ ട്വീറ്റ് ശരിക്കും എന്തായിരുന്നു? ട്വീറ്റിനകത്ത് പറയുന്നത് രോഹിത് ശർമ്മ അതായത് ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ച് രോഹിത് ശർമ്മ ഭയങ്കര ഫാറ്റാണ്. He need to lose weight. അതെ, വെയിറ്റ് കുറയ്ക്കണം. പിന്നെ ഇന്ത്യ കണ്ടിട്ടുള്ള ക്യാപ്റ്റന്മാരിൽ ഏറ്റവും അൺഇംപ്രസീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ആണ് ട്വീറ്റ്. അവസാനം ട്വീറ്റ് മുക്കി ഓടി കേട്ടോ. പുള്ളിക്കാരി സ്പോർട്സുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ പുള്ളിക്കാരുടെ? ഈ വിവാദം ഉണ്ടായി കഴിഞ്ഞിട്ട് പുള്ളിക്കാരി മീഡിയസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത്, ഞാനൊരു സ്പോർട്ട് പേഴ്സൺ ആണ്, കാരണം ഞാൻ ടെന്നീസ് അങ്ങനെ 2-3 മീൻസ് സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആണ്, കളിക്കും. അതുകൊണ്ട് എന്നെയും ഒരു സ്പോർട്സ് പേഴ്സൺ ആയിട്ട് കണക്കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ട്വീറ്റ് ചെയ്യാൻ തോന്നിയത് എന്നാണ്. പക്ഷെ എനിക്ക് ആ ട്വീറ്റ് കുറച്ചൊരു റൂഡ് എന്നൊക്കെ പറയുന്ന രീതിയിലായിപ്പോയി അല്ലേ? ക്രോസ് ദ ബൗണ്ടറി. അതെ, കാരണം 2024 ICC T20 ടീം ICC പ്രഖ്യാപിച്ചപ്പോൾ, അതായത് ഹോൾ വേൾഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. അപ്പോൾ ICC പോലും ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് ലാസ്റ്റ് ഇയർ T20 ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് തന്നെ രോഹിത് ശർമ്മയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അതെ, ഇപ്പോൾ രോഹിത് ശർമ്മ ശരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ചൊരു ഫോം ഔട്ട് ആയിരുന്നുണ്ടെങ്കിലും ഈ വർഷം തുടക്കത്തിൽ ഫെബ്രുവരിയിൽ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു. അതിന് ചാമ്പ്യൻസ് ഇംഗ്ലണ്ടുമായിട്ട്. അതെ, ഇപ്പം ഈ ടൂർണമെന്റ് ആണെങ്കിലും അത്ര ഒരു മോശം ഒരു പ്രകടനമല്ല പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ആസ് എ ക്യാപ്റ്റൻ പുള്ളി വളരെ മികച്ചു നിന്നല്ലോ. ഈ ഫോമും ഫിറ്റ്നസും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവാറുണ്ടോ ഇന്ന് ക്രിക്കറ്റിൽ? എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഒരു സീനിയർ ക്രിക്കറ്ററായി കഴിഞ്ഞാൽ അവരുടെ ഫോം നോക്കിയോ അല്ലെങ്കിൽ ഫിറ്റ്നസ് നോക്കിയോ, ഇപ്പോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവർ ടീമിൽ നിന്ന് പുറത്തായിരിക്കാം. അല്ലെങ്കിൽ ഒരു 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 പരിധിക്കപ്പുറത്തോട്ട് ഫിറ്റ്നസിനും ഫോമിനൊക്കെ ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിൽ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? അതിൽ ബേസിക്കലി ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പുള്ളിക്കാരി രോഹിത് ശർമ്മയെ വിലയിരുത്തുന്നത് രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ ആക്ടിവിറ്റി കണ്ടിട്ടൊന്നുമല്ല. രോഹിത് ശർമ്മയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസിലാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഫീൽഡിങ്ങിലൊക്കെ സ്ട്രഗ്ലിംഗ് ഉണ്ടോ? പിന്നെ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടെന്ന് പറയാൻ നോക്കില്ല. കാരണം പുള്ളി ഡൈവ് ചെയ്ത് എന്തോരം ഫീൽഡിങ് ചെയ്തിട്ടുണ്ട്. ഒരു ഈവൻ ഫൈനലിൽ തന്നെ ഒരു 4 ഒക്കെ പോകേണ്ടത് പുള്ളി ഡൈവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാച്ച്, അറ്റംപ്റ്റഡ് ക്യാച്ച്, അത് കിട്ടിയില്ല. പക്ഷേ അതിനൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കോർ സ്ട്രെങ്ത് വേണം. കാരണം ഒരു ക്രിക്കറ്ററിനെ സംബന്ധിച്ച് അവരൊരു 15-20 ഇയേഴ്സ്, ഇപ്പോൾ രോഹിത് ശർമ്മയൊക്കെ 1999 പുള്ളി ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ പോകുന്നത് തന്നെ. ഒരു ബൗളറായിട്ടാണ് വരുന്നത്. പക്ഷേ പുള്ളിയുടെ കഴിവ് ബാറ്റിങ്ങിലാണെന്നും സ്കൂൾ ലെവലിൽ പുള്ളി ഒരു സെഞ്ചുറി അടിച്ചിട്ടാണ് പുള്ളി വീണ്ടും കയറി വരുന്നത്.
ഡെബ്യൂ 2007 അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് കളിച്ച് ഫിറ്റ്നസ് കോർ സ്ട്രെങ്ത് ഉള്ള ഒരു ക്രിക്കറ്റിലെ മെയിനായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു എക്സ്പ്ലോസീവ് പവറും ഒരു മെൻ്റൽ റെസിലൻസ് പിന്നെ ഒരു ഹാൻഡ് ഐ കോർഡിനേഷനും ഒക്കെ ഉള്ള കഴിവുള്ളൊരു ബാറ്റ്സ്മാനാണ്. അതേസമയം രോഹിത് ശർമ്മ ഒരു ബൗളർ ആണെങ്കിൽ ചിലപ്പോൾ ഫിറ്റ്നസ് കുറച്ചുകൂടി ഡിമാൻഡിങ് ആയിരിക്കും, കുറച്ചുകൂടി ലീൻ ആയിരിക്കണം, അത്രയും പേസിൽ 140+ പേസിൽ ബോളർ ചെയ്യണം. അതൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ഈ സ്പോർട്ടിൽ റെലവൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇല്ല, അല്ല, ഈവൻ ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്ക് പുള്ളി റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ഒക്കെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ പൊതുവെ ഫിറ്റ്നസിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ബേസിക് ഫിറ്റ്നസ് ഇപ്പോൾ കമ്പയറബിൾ, ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അങ്ങനെയുള്ള ഇംഗ്ലണ്ട് അങ്ങനെയുള്ള ടീമുകളെ കമ്പയർ ചെയ്യുമ്പം ഫിറ്റ്നസ് കുറച്ച് പുറകോട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഫിറ്റ്നസിനുള്ള പ്രാധാന്യം ഇന്ത്യൻ ടീമോ അല്ലെങ്കിൽ പൊതുവെ എനിക്കൊന്ന് ഇന്ത്യക്കാരൊരു അത്ലറ്റിക് ബോഡിയായിട്ട് പ്രസൻറ്റ് ചെയ്യാറില്ലല്ലോ. അപ്പം അതൊരു എന്നാ പറയുന്നത്, കമ്പയറബിൾ ടു അതർ ക്രിക്കറ്റ് ടീംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇന്ത്യ ഫിറ്റ്നസിന് പ്രാധാന്യം കുറവാണ് കൊടുക്കുന്നത്. ഇല്ല, പൊതുവേ ഒരു കൾച്ചറലി അങ്ങനെയാണ്, അതൊരു സത്യമുള്ള കാര്യമാണ്. ഇപ്പം ഒരു പൊതുവെ വെസ്റ്റേൺ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ്നസിന് നമുക്ക് അവർക്ക് കൊടുക്കുന്ന അത്ര ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ സ്പോർട്ടായിട്ട് ക്രിക്കറ്റ് വരാൻ കാരണം നമ്മളൊരു ഫുട്ബോൾ 90 മിനിറ്റ്സ് കളിക്കുന്നോ അല്ലെങ്കിൽ അത്രയും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തൊരു സ്പോർട്ടാണല്ലോ പൊതുവെ ക്രിക്കറ്റ്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. പക്ഷേ രോഹിത് ശർമ്മയൊന്നും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫിറ്റ്നസ്സിൽ മോശമാണെന്ന് നമുക്കങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം അതൊരു എൻഡ്യൂറൻസ് പ്ലസ് അവർ പെർഫോമൻസ് ആണ് ഒരു കീ ഫാക്ടർ എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് പുള്ളിയുടെ തന്നെ എന്തൊരു ഫ്ലൈയിങ് പുഷപ്സോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് കുറച്ചാളും അതെ, അതെ, ഒരു കുറച്ച് നാൾ മുമ്പ് 4 അത് വർഷം മുന്നാണ് ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായത്. അപ്പോൾ അതൊന്നും ഒരു നിസ്സാരക്കാരന് പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അല്ല ഈ ഫിറ്റ്നസിനെ പറ്റി ബ്ലെയിം ചെയ്യുന്നത് ഇത് ഇന്ന് തുടങ്ങിയതല്ല. 2020 ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഇതുപോലെ ട്വീറ്റ് ചെയ്തിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ചില IPL പ്ലെയേഴ്സ് വളരെ അൺഫിറ്റ് ആണ് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഫാറ്റ് ഷേമിംഗ് ഉണ്ടായിരുന്നു. അത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതിൽ വിത്ത് രോഹിത്തിന്റെ പടം, ഈവൻ രോഹിത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും രോഹിത്തിന്റെ പടമൊക്കെ വെച്ചിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതും അതിനകത്ത് ട്വീറ്റിൽ കൂടുതലും രോഹിത് ശർമ്മയും മനോജ് തിവാരിയും സൗരവ് തിവാരിയും ആയിരുന്നു അന്ന് ഹൈലൈറ്റ്. പക്ഷേ ഇത് 2020 ശേഷം രോഹിത് ശർമ്മ കളിച്ചു, സെഞ്ചുറികൾ അടിക്കുന്നു, റൺ സ്കോർ ചെയ്യുന്നു. ഇപ്പോൾ T20 വേൾഡ് ക്രിക്കറ്റ് തന്നെ ഏറ്റവും കൂടുതൽ 6 അടിച്ചേക്കുന്നത് രോഹിത് ശർമ്മയുടെ പേരിലാണ്. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ടോപ്പ് സ്കോറേഴ്സ്, അതായത് സച്ചിൻ, വിരാട് കോഹ്ലി, രാഹുൽ ദ്രാവിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രോഹിത് ശർമ്മയാണ്. അപ്പോൾ കഴിവിനെ ചോദ്യം ചെയ്യാൻ പുള്ളിയുടെ ഫിറ്റ്നസ് മോശമാണെന്ന് പറയാൻ ഒരു റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വേറെ സ്പോർട്സ് എടുക്കണം, ഇപ്പോൾ റഗ്ബി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഫിസിക്കിനേക്കാൾ ഉപരി അവരുടെ പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ്. അതെ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയൊന്നും അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്ലെയർ ഒന്നും ഒരിക്കലും അല്ല. പുള്ളി ഇതൊരു ഫാഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇതൊരു സ്പോർട്ടല്ലേ. അപ്പോൾ ലീൻ അല്ല എന്ന് വെച്ചിട്ട് അവർ ഫിറ്റ് അല്ല എന്ന് പറയാം. ഇപ്പോൾ റഗ്ബി കളിക്കുന്ന ആൾക്കാർ ലീൻ ആണോ? അല്ല. അവർ ഇച്ചിരി ബൾക്കിയാണ്, പ്യുവർ മസിൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഓരോ സ്പോർട്ടിനും ഓരോ ഡിമാൻഡാണ്. അപ്പോൾ വിശ്വസിക്കുന്നത് ക്രിക്കറ്റിൽ ആവശ്യമായ എല്ലാ കഴിവുകളും ക്വാളിറ്റീസും ഉള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് രോഹിത് ശർമ്മ വേൾഡ് ക്രിക്കറ്റിൽ തന്നെ. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ആരും റൂമറൊന്നും അടിച്ചിറക്കണ്ട, ഞാൻ അതെ. ഈ അടുത്തൊന്നും റിട്ടയർ ചെയ്യാൻ പ്ലാനൊന്നും ഇല്ലെന്നുള്ളത്. അതെ, ഡെഫിനറ്റ്ലി 2027 വേൾഡ് കപ്പ് കളിക്കും. കാരണം വേൾഡ് കപ്പിന്റെ കഴിഞ്ഞ ODI വേൾഡ് കപ്പ് കിട്ടാത്തതിന്റെ ആ ഒരു കുറവ് നികത്തും എന്തായാലും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ബോഡി സ്ട്രക്ചർ തന്നെ ആയിരിക്കാം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റിനും ഇങ്ങനൊരു പറയുന്ന പോലെ പുറത്തുള്ള മീഡിയ വരെ ആ പുള്ളിയുടെ ഫോട്ടോ അടക്കം ഫോട്ടോ പബ്ലിഷ് ഫോട്ടോ നല്ല ഫോട്ടോ ഒന്നുമല്ല. അതും അതെ, ഏത് ആംഗിളിൽ നിന്ന് എടുക്കുന്നു, അത് എങ്ങനെ മാക്സിമം മോശമായ രീതിയിൽ എടുക്കാമോ അങ്ങനത്തെ ഫോട്ടോകളാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ ന്യൂസിന്റെ ആർട്ടിക്കിളിന്റെ മേളിൽ. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം, റിട്ടയർമെന്റ് രോഹിത് ശർമ്മയുടെ കേസ് പറഞ്ഞ പോലെ ഇപ്പം റിട്ടയർമെന്റ് ഭയങ്കരമായിട്ട് ഇപ്പം ഒരു 5 കൊല്ലത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ക്രിക്കറ്റിൽ മാത്രമല്ല. ഇപ്പം ഫുട്ബോളിൽ റൊണാൾഡോ ആണെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് 40 ഇയേഴ്സിലേക്ക് ആൾക്കാർ കളിക്കുന്ന ഒരു സ്ഥിതി. അപ്പം എനിക്കൊന്നും ഇപ്പം സച്ചിൻ 39 അല്ലേ റിട്ടയർ ആയതല്ലേ? എനിക്ക് 40 വയസ്സിലാണ് റിട്ടയർ ആകുന്നത്. ധോണിയാണെങ്കിലും 39 വയസ്സിലാണ് റിട്ടയർ ആവുന്നത്.
എനിക്ക് തോന്നുന്നു ഇപ്പം റിട്ടയർമെന്റ് പഴയതിനേക്കാളൊക്കെ ഒരുപാട് ഡിലേ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പക്ഷെ തോന്നുന്നു. അപ്പോഴും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റിട്ടയർമെന്റ് ഡിലേ ആയാലും അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ പീക്കിൽ അല്ലെങ്കിൽ കൂടെ ആ ഒരു പെർഫോമൻസ് നിലനിർത്തി പോകുന്നതുകൊണ്ടും കൂടെയാണ് അവർ അത്രയും കാലം കളിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലി പോലുള്ളവർ ഒരു 20 വയസ്സുള്ള 22 വയസ്സുള്ള ടീമിൽ കയറുന്നിരിക്കട്ടെ, ഒരു 40 കൊല്ലം, അതായത് ഓൾമോസ്റ്റ് 20 ഇയേഴ്സോളം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കളിക്കുകയാണെങ്കിൽ അത് വേറെ പല പുതിയ കളിക്കാരുടെയും, അതായത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇപ്പം രോഹിത്തും വിരാട്ടും ഉള്ളപ്പോൾ ആ പൊസിഷനിലേക്ക് വേറൊരാളെ പരിഗണിക്കുന്നത് വളരെ എന്താ പറയുക, പരിക്കാണെങ്കിൽ മാത്രമല്ല വേറൊരാളെ പരിഗണിക്കുള്ളൂ. അതെ. അപ്പം അതിനനുസരിച്ച് ഒരു പുതിയൊരാൾക്ക് കളിച്ച് വരാനും, അത് 20 ഇയേഴ്സ് ആണ്, ഇറ്റ്സ് വെരി വെരി ലോങ് ടൈം അല്ലേ. അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു 15 ഇയേഴ്സോളം ഒരു പ്രൈമിലായിരിക്കുമല്ലോ അവർ. അപ്പോൾ സെയിം പൊസിഷനിലായിരിക്കുമല്ലോ കളിക്കുന്നതൊക്കെ. അപ്പം അതനുസരിച്ച് വേറെ ആളുകൾക്ക് ആ പൊസിഷനിലേക്ക് കയറി വരാനുള്ള ഒരു ചലഞ്ചായിട്ട് വരില്ലേ? പക്ഷെ അത് തീർച്ചയായിട്ടും. ക്രിക്കറ്റിൽ മാത്രമല്ല, അത് ഒരു എല്ലാ ഇതുകൂടെ സ്പോർട്ടിലും എല്ലാ സ്പോർട്ടിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഉള്ളതാണ്. ഇപ്പം നമ്മളൊരു ഫോമുല 1 റേസിംഗ് ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാകെ 20 സീറ്റേ ഉള്ളൂ. അപ്പോൾ 20 പേരാണ് ഒരു വർഷം റേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ലൂയിസ് ഹാമിൽട്ടനോ ഫെർണാണ്ടോ അലോൺസോ അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-15 വർഷമായിട്ട് അവരവരെ രീതിയിൽ പെർഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാലോചിക്കുക, നമ്മൾ 20 പേർക്ക് മാത്രം ഒരു അവൈലബിലിറ്റി ഉള്ള ഒരു സ്പോർട്ടിൽ 1-2 പേര് 10-15 വർഷം അത്രയും അത് ലോങ് കരിയർ ഉണ്ടാവുമ്പോൾ ശരിയാണ്, മറ്റുള്ള ഒരുപാട് പേര് പുറത്തുണ്ട്. അതായത് 10-100 പേര് ഒരു നല്ല കഴിവുള്ള ആൾക്കാർ പുറത്ത് വന്നേക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം എല്ലാ സ്പോർട്സിലും ഉണ്ട്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിനാണ് കൂടുതൽ ചാൻസുകൾ. കാരണം IPL ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഇന്റർനാഷണൽ ലെവലിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് കളിക്കാൻ വേണ്ടി വെന്യൂസ് ഉണ്ട്, അവസരങ്ങളുണ്ട്, കാണികളുണ്ട്, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സാലറി ഉണ്ട്. അത് IPL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷേ IPL പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി അല്ല. അതിപ്പം അതൊരു 2020 ലീഗുമായിട്ട് പലർക്കും അതിൽ കൂടുതൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടാവും. കാരണം കരിയർ ബിൽഡ് ചെയ്യുക എന്ന് ആ. പറയുമ്പം വൺ ഡേ തന്നെ വൺ ഡേ അത് സാലറിയിൽ മുകളിൽ അവർക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, ഇന്ത്യ ജേഴ്സി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഒത്തിരി പ്ലേയേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല പറഞ്ഞ ഈ ഒരു ടൈം പീരീഡ്, ഇവരുടെ ഡിലേഡ് റിട്ടയർമെന്റ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ജനറേഷനെ കയറി വരാനുള്ളത് കൂടുതൽ ടഫ് പക്ഷേ ആക്കും. വളരെ ഡിമാൻഡിങ് എന്നുള്ള ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു ഓവർസീസ് കളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ പിച്ച് എങ്ങനെയായിരിക്കും, ഏത് ബോളർ ഏത് ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് അറ്റാക്കിങ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ക്യാപ്റ്റൻസി ചെയ്യുമ്പോൾ പോലും ഏത് ബോളറിനെ എങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം, ഏത് ബാറ്റ്സ്മാൻ എങ്ങനെ കളിക്കും, ഒരു മൈൻഡ് റീഡിങ് ഗെയിം പോലെയാണ് ക്രിക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എക്സ്പീരിയൻസ് ഒരു വളരെ പ്രധാനമുള്ളൊരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ രോഹിത് ശർമ്മ ഇവരൊരു സ്ട്രോങ് ഇന്ത്യൻ പ്ലേയേഴ്സാണ്. അവരില്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇത്രയും വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ 2020 ഫോർമാറ്റിൽ മാറ്റി മാറ്റി ആൾക്കാരെ വെച്ചാലും ചിലപ്പോൾ സക്സസ് വന്നേക്കാം. പക്ഷേ 50 ഓവർ മാച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് കുറച്ചുകൂടെ ഡിമാൻഡിങ് ആയിട്ടുള്ള ക്രിക്കറ്റ് മാച്ചുകളിൽ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 3 ഫോർമാറ്റിലും കളിക്കുന്ന കളിക്കാരും ഈ പറഞ്ഞ പോലെ കുറവാണല്ലോ. പലരും ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഇപ്പം അത് ഫോർമാറ്റിൽ നിന്ന് അവർ റിട്ടയർ ചെയ്യും, മറ്റുള്ള 2 ഫോർമാറ്റിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് അവസരങ്ങൾ കൂടുതലുണ്ട്. രണ്ടാമത് ഇതിനകത്ത് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എടുത്തു നിന്നൊരു വിവാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെന്യൂവിൻ്റെ കേസിൽ അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെനിക്കൊന്ന് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അത് കമൻറ്റ് ക്രിക്കറ്റിൽ ഇൻവോൾവ് ചെയ്തപ്പെട്ട നേഷൻസിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ മുതൽ പല രാജ്യങ്ങളും ഇതിനെ കാര്യമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയിക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ ഇന്ത്യ സെമി ഫൈനലിൽ വരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു കമന്റ് കൂടുതൽ കാണപ്പെട്ടത്. ഇന്ത്യ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആരും ഒന്നും ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല. അത് കാരണം ഞാൻ പറയാം, 2009 ചാമ്പ്യൻസ് ട്രോഫി 2009 നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. അവിടെ ആകെ 2 ഗ്രൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ചാമ്പ്യൻസ് ട്രോഫി ഫുൾ ഇതിന്. ആ ഇവന്റിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു.
അവർ കളിച്ച എല്ലാ ഗെയിമും ഒരൊറ്റ സ്റ്റേഡിയത്തിലാണ്, ഒരൊറ്റ വെന്യൂലാണ്. എന്നിട്ട് പോലും അവർ ക്വാളിഫൈ പോലും ആയില്ല നോക്കൗട്ടിലെ സെമിയിൽ. അത് ഓസ്ട്രേലിയയാണ് കപ്പെടുത്തത്. അപ്പോൾ അവർ അന്ന് സൗത്ത് ആഫ്രിക്ക തോറ്റത് കൊണ്ട് ആരും അതിനെപ്പറ്റി പറഞ്ഞു പോലുമില്ല. അപ്പോൾ ഇന്ന് ഇന്ത്യ ജയിച്ചു. അപ്പോൾ ഓക്കെ, ഇന്ത്യ ജയിച്ചതിന് കാരണം ഇതാണ് എന്ന് പറയാം, പ്രത്യേകിച്ച് പാകിസ്ഥാനികൾ. അല്ല, കാരണം ഇപ്പൊ ഇന്ത്യ ജയിച്ചതിന് കാരണം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉം, പക്ഷെ ഇന്ത്യക്കൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയണം. കാരണം അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണെങ്കിലും പലരും അതിനെ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്നാണ്. കാരണം കൺട്രോളിംഗ് പവർ ഇരിക്കുന്നത് BCCയുടെ കയ്യിലാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി വരുന്നതാണെങ്കിലും അതിന്റെ വെന്യൂ തീരുമാനിച്ചതുമെല്ലാം. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ BCCI ഇത്രയും പവറിൽ വരാൻ കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് ആണ്. ഫോർ ഒരു ഏറ്റവും പെർഫെക്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ വരാൻ പോകുന്ന ലോർഡ്സിൽ വരാൻ പോകുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ, വേൾഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ക്വാളിഫൈ അയക്കുന്ന സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ്. അത് കാരണം അവരുടെ ടോട്ടൽ റവന്യൂ എന്ന് എസ്റ്റിമേറ്റഡ് 4 മില്യൺ യൂറോസ് ആണ് കുറയുന്നത്. ബിക്കോസ് ഇന്ത്യ ഫൈനലിൽ ക്വാളിഫൈ ആയില്ല. ഇന്ത്യ ക്വാളിഫൈ ആയിരുന്നെങ്കിൽ അവർക്ക് ടിക്കറ്റ് കൂടുതൽ കാശിന് വിൽക്കാൻ പറ്റുമായിരുന്നു. ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പറയുന്ന ഒരു ടിക്കറ്റിന് ഏകദേശം 50 യൂറോസ് ആണ് കുറഞ്ഞു പോയത്, കുറയാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പോലും ഈ ഒരു ഫാക്ടിനെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഫയൽ ഹോൾഡ് ആയിരുന്നു, ഇന്ത്യയിലെ എല്ലാ മാച്ചും അവിടെയായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ബേസ് എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു. പക്ഷെ മറ്റ് പല ടീമുകളെ സംബന്ധിച്ച് അവർ ഇന്ത്യയുടെ റിസൾട്ടിനെ ബേസ് ചെയ്ത് അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഈവൻ ഫൈനലിലെ പോലും വെന്യൂ സംബന്ധിച്ചൊരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യ ഫൈനലിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണല്ലോ അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കമന്റുകൾ പറഞ്ഞത് കൂടുതലും അതായത് ബോർഡുകളല്ല, ബോർഡുകൾക്ക് ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു. കാരണം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഈ വെന്യൂ എന്താണെന്നും എല്ലാ ബോർഡുകളും ഇത് അംഗീകരിച്ചതിന് ശേഷമാണ് ഈ കളി തുടങ്ങുന്നത് തന്നെ. അല്ല, എനിക്ക് തോന്നുന്നു BCCനെ ധിക്കരിച്ച് വേറൊരു ബോർഡും അവിടെ ഒരു അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം റവന്യൂ കൂടുതൽ കൊണ്ടുവരുന്നത് നമ്മൾ ഈ റവന്യൂവിനെ മാത്രം ചിന്തിക്കുമ്പോൾ ഇപ്പം അതൊരു ഏകദേശം ഒരു മോണോപ്പൊളി പോലുള്ള ഒരു പരിപാടിയല്ലേ. ഇപ്പം US ഇപ്പം നിലവിൽ ട്രേഡ് വാർ ചെയ്യുമ്പം അവർ പറയുന്നുണ്ടല്ലോ, ഇപ്പം എല്ലാ രാജ്യങ്ങളും ഒരു ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അപ്പം അതിനകത്തൊരു ഡിപ്ലോമസി ഇല്ലാതെ വരുന്ന പോലെ ആണല്ലോ അവരിപ്പം ഡീൽ ചെയ്യുന്നത്. അപ്പം അവർ പറയുമ്പം അവർക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട്, അവർ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഇപ്പം അതേ സെയിം മോഡലല്ലേ ഇപ്പം നമ്മൾ പിന്നെ ICCയുടെ കേസ് വരുമ്പോൾ ഇന്ത്യക്ക് ഒരു പരിധി കൂടുതൽ പവർ ഉള്ളതായിട്ട് എനിക്ക് പലരും ഇപ്പോഴും കമന്റ് ചെയ്യുന്നു. ഇന്നലെയോ ഞാൻ നോക്കിയ ആരുടെയൊക്കെയോ കമന്റുകൾ പുറത്തുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്കതൊരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ പുറമേ നിന്നുള്ളവർക്ക് ഒരു കല്ലേടി ഉണ്ടാക്കുന്ന വിഷയമാണെന്ന് തോന്നുന്നു അല്ലേ. അത് മാത്രമല്ല, ബിഫോർ മാച്ച്, ഫൈനൽ മാച്ചിന് മുമ്പ് രോഹിത് ശർമ്മയുടെ പ്രസ് കോൺഫറൻസിൽ രോഹിത് ശർമ്മ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പിച്ച് എങ്ങനത്തെ പിച്ചാണെന്ന് നമുക്കറിയില്ല, അവിടെ ചെന്ന് നോക്കണം, ഇത് നമ്മുടെ വീടല്ല, ഇത് ദുബായാണ്, ഇത് നമ്മൾക്ക് ഇവിടെ പരിചയമില്ലാത്ത സ്ഥലമാണ്, നമുക്കും ഇത് എവേ ആണ്, അത് ഹോം കണ്ടീഷൻസ് അല്ല. അപ്പോൾ അത് ഹോം കണ്ടീഷൻ്റെ അഡ്വാൻറ്റേജ് ഇല്ല. ഒരു വെന്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് പിച്ച് എല്ലാ കളികളിലും വ്യത്യാസമാണ്. ഓരോ കളിയിലും അവർ അഡാപ്റ്റ് ചെയ്തിട്ട് വേണം പിച്ച് കണ്ടീഷൻസ് അക്കോർഡിംഗ്ലി ആയിരിക്കണം പ്ലേ ചെയ്യുന്നത്. എന്നാലേ ആ ഒരു എസ്പെഷ്യലി 50 ഓവർ മാച്ച് വിൻ ചെയ്യാൻ പറ്റും. ഈവൻ ഗ്രൗണ്ട് സപ്പോർട്ടർ ഫാക്ടർ ആണല്ലോ. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞത് ഇന്ത്യക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോർ ഗ്രൗണ്ട് സപ്പോർട്ട്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഈ ചാമ്പ്യൻസ് ട്രോഫി ഇപ്പം ഇന്ത്യ ജയിച്ചു. ഇപ്പം പഴയൊരു ഇമ്പാക്റ്റ് ഈ ടൂർണമെൻറ്റ് ജയിച്ചിട്ട് ഇന്ത്യയിൽ ഉള്ളതായിട്ട് തോന്നി. കാരണം വെച്ചാൽ എനിക്ക് മീഡിയയിലൊന്നും ഒരു പരിധിക്കുള്ള പ്രാധാന്യം ഇതിന് ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു റോഡ് ഷോ അങ്ങനെ വേറെ പരിപാടികളൊന്നും. ശരിയാണ്, കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടിയപ്പോൾ ഒരു വലിയ റിസപ്ഷൻ ആയിരുന്നു അവർക്ക് എല്ലാവർക്കും അല്ല, കൊടുത്തിരുന്നത്. ഇത് ചാമ്പ്യൻസ് ട്രോഫി ആണ് ഓൾമോസ്റ്റ് ഒരു മിനി വേൾഡ് കപ്പ് പോലെ അതെ, തന്നെയാണല്ലോ. അതെ, സാധാരണയിൽ പണ്ടൊക്കെ നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി ജയിക്കുന്നവരെ വേൾഡ് കപ്പ് എടുക്കുന്ന തുല്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് ഡിക്ലൈൻ ആണ്. നമ്മൾ വളർന്നു വരുന്നുണ്ട് ഉള്ളപ്പോഴുള്ള ഒരു ഇമ്പാക്ട് ക്രിക്കറ്റിന് ഇപ്പോഴും ഉണ്ടോ? ക്രിക്കറ്റ് വേൾഡ് വൈഡ് ഡിക്ലൈൻ ആണെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് എനിക്കൊന്ന് 50 ഓവർ മാച്ചസ്. കാരണം 2020യുടെ പോപ്പുലാരിറ്റി കൂടി വരുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിൻ്റെയും 50 ഓവറിൻ്റെയും ഇത് കുറയുന്നുണ്ടോ? കുറയുന്നുണ്ട്.
ലെഫ്റ്റ് ആയല്ലോ. വന്നു. ഓക്കെ. എനിവേ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആളുകൾക്ക് ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ വളരുമ്പം എന്തായിരുന്നു അന്ന് ചിലപ്പം സിനിമ ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ആയിരുന്നല്ലോ ഒരു മെയിൻ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം ആളുകൾക്ക് ചോയ്സസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് പുതിയതായിട്ട് വരുന്നവർക്ക് ഇപ്പം 10 പേരിൽ 2 പേർക്കൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. അതുണ്ട്. ഇപ്പം നമ്മുടെ ജനറേഷനിൽ ഒരു വിധപ്പെട്ട എല്ലാവരും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നമ്മളത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ക്രിക്കറ്റിൽ. നമ്മൾ 50 ഓവർ മാച്ച് ഒരു പക്ഷേ ഇരുന്ന് ഫുൾ മാച്ച് കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പലരും. പക്ഷേ ഇപ്പം ആ ഒരു ഇൻട്രസ്റ്റ് പലർക്കും ഇല്ല. അത് ഉറപ്പാണ്. കാരണം ആൾക്കാരുടെ അറ്റൻഷൻ സ്പാനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആൾക്കാരുടെ എൻ്റർടൈൻമെൻറ്റ് പ്രിഫറൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ദിവസം ഫുൾ ഇരുന്ന് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നതിനേക്കാളും അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള അപ്പുറത്ത് റീൽസോ ഷോർട്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് അറിയാത്ത ഒരാളോട് ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കാൻ പോലും 5 ഡേയ്സ് മാച്ച് എന്നൊക്കെ പറയുമ്പോൾ 5 ദിവസം എന്നിട്ട് അത് ഡ്രോ ആവും. ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രൈസി എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ടെസ്റ്റിന്റെ അതെ. കേസിൽ. അതൊരു ഫാക്ടറാണ്. കളി അറിയുന്നവർക്കും കളിയോട് താല്പര്യമുള്ളവർക്കും ടെസ്റ്റ് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സ്പെഷ്യലി ചില ടെസ്റ്റുകൾ, ഇപ്പൊ ഗാബ ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഒരു തൊട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാരണം അതൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത ഒരു ടെസ്റ്റാണ്. അപ്പൊ അതുപോലെ വരുന്ന ടൈറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആൾക്കാരെ. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഇന്ത്യ 3 രാജ്യങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് കൂടുതലും ആഷസ് സീരീസ് എപ്പോഴും തീവാർന്ന ഒരു കോമ്പറ്റീഷൻ ആണ്. എനിക്ക് തോന്നുന്നത് അതിനകത്തോട്ട് ന്യൂ ഓഡിയൻസ് ജനറേറ്റ് ആവുന്നുണ്ടോ? അതിപ്പം അത് ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ ലെഗസി ആൾക്കാരല്ലേ ഇത് കാണുന്നത്. അതെ, ഇപ്പൊ പുതിയ തലമുറയിൽ ഇപ്പൊ ന്യൂസിലാൻഡിൽ തന്നെയുള്ള ആൾക്കാരോട് പലരോടും പറയുമ്പോൾ അവർക്ക് ഈ ക്രിക്കറ്റിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. നേരെ മറിച്ച് ഒരു 60s 70s ആൾക്കാർ പലരും ഇപ്പോഴും ഒരേ ഇൻട്രസ്റ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ഇരുന്ന് കാണുന്ന പലരും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം ചിലപ്പോൾ ക്രിക്കറ്റിന് മാത്രമായിരിക്കില്ല, വേൾഡ് വൈഡ് മറ്റു പല സ്പോർട്സിനും ചലഞ്ചസ് ഉണ്ടാകും. കാരണം ഇപ്പം UFC ഇതൊക്കെ നമ്മൾ എന്നാ പറയുന്നത്, ഓരോ പുതിയ മീഡിയം ഓഫ് എൻ്റർടൈൻമെൻറ്റ് വരുമ്പം ആളുകൾ കുറച്ചും കൂടെ മാറും. അതെ, എനിക്ക് തോന്നുന്നത് സ്പോർട്സ് തന്നെ വേണ്ട. ഇപ്പം മൊബൈൽ തന്നെ ഓൾമോസ്റ്റ് അഡിക്റ്റീവ് ആണ്. അപ്പം അതിനപ്പുറത്തോട്ട് ഒരു ദിവസം ഒരു 1 ഡേ ഒക്കെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ. ഈവൻ നമ്മൾ ഫുട്ബോൾ എടുത്താലും ഇപ്പോൾ സ്പാനിഷുകൾക്ക് തന്നെ ഇപ്പോൾ PK പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കുറച്ച് കാലം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ 90 മിനിറ്റ് ഫുട്ബോൾ പോലും ഔട്ട്ഡേറ്റഡ് ആവും. അതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. കാരണം ആൾക്കാർ അത്രയും നേരം ഒരു സ്പോർട്ട് എൻജോയ് ചെയ്യാനായിട്ട് ടിവിയുടെ മുമ്പിലോ സ്ക്രീനിന്റെ മുമ്പിലോ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കഴിഞ്ഞ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വളർന്നു വരുമ്പം ഒരു തീപാറുന്ന ഒരു കോമ്പറ്റീഷൻ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസ് ആയിരുന്നു. എനിക്കിപ്പം പാകിസ്ഥാന് ഇന്ത്യ ഇങ്ങോട്ട് ടൂർ ചെയ്യാൻ വിടുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ചസൊക്കെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും തോന്നുന്നു. കാരണം അത് എന്നാ പറയുന്നത്, എല്ലാവരും ഭയങ്കരം കീനായിട്ടും ഭയങ്കരം വേറെ എന്തിനേക്കാളും കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ്. അതെ, അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എത്ര ട്രൈ സീരീസ് എപ്പോഴും എല്ലാ വർഷവും ഇപ്പൊ നാറ്റ്വസ് സീരീസ് ആണെങ്കിലോ അങ്ങനെ എപ്പോഴും ഇപ്പോൾ ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ, അങ്ങനെ എത്രയോ ടീമുകൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉണ്ടാകുന്നത് ട്രൈ സീരീസുകൾ. ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു ട്രൈ സീരീസിന് അതെന്തുകൊണ്ടായിരിക്കും അതായത് നിർത്തിയത്? അതിന് വ്യൂവർഷിപ്പ് കുറവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? ആവണം. സ്റ്റേഡിയം ഫില്ലാവുകയാണെങ്കിൽ എന്തായിരുന്നാലും മാച്ചസ് കൊണ്ടുവരും. സ്റ്റേഡിയം ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ അതില്ല. പക്ഷെ വേറെ പുറം രാജ്യങ്ങളിൽ അതുണ്ട്. അതൊക്കെ കാരണമാവണം. പിന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ടീംസ്, ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക, ഈവൻ പാകിസ്ഥാനുള്ളൊരു പരിധി വരെ പാകിസ്ഥാൻ, സിംബാബ്വെ, കെനിയ, അങ്ങനെ പല രാജ്യങ്ങളിൽ ഇന്ന് ക്രിക്കറ്റിൽ പണ്ടത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് ഇവർ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ഒരു പുതിയ യൂറോപ്യൻ കൺട്രീസിലെ എന്താ പറയുക, USA-ലും യൂറോപ്പിലൊക്കെ ക്രിക്കറ്റ് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നത് വേറെ എന്തിനേക്കാളും കൂടുതൽ ഒരു ഇന്ത്യയിലെ സ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസ് എനിക്ക് തോന്നുന്നത് വരണം എന്ന് തോന്നുന്നു. കാരണം അതൊരു ഭയങ്കര അറ്റൻഷൻ ഗ്രാബിങ് തിങ്ങാണെന്ന് തോന്നുന്നു. അപ്പം പുതിയ തലമുറയുടെ തന്നെ കൂടുതൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുമായിരിക്കും. അതെ, അങ്ങനെ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് 2031